ആൾക്കാരൊക്കെ കാണട്ടെ. സൂപ്പർ പൊളിവാനം. നല്ല മേക്കിംഗ്. പടം കൊള്ളാം. മോഹൻലാലാണ്, ലാലേട്ടന് വേണ്ടിയാണ് സിനിമ കണ്ടത്. യൂഷ്വലി ലൂസിഫറിൻ്റെ ആ ഒരു ഇതിൽ ഗൂസ് ബംസ് ഉണ്ടായിരുന്ന കുറേ മൊമെൻറ്റ്സ് പോലെ തന്നെ ഇതിലും കുറച്ച് എക്സൈറ്റിംഗ് മൊമെൻറ്റ്സ് ഉണ്ട്. മലയാളികൾ സൂപ്പർ ഹീറോ ആണല്ലോ ലാലേട്ടനെന്നും. അപ്പോൾ ആ ഒരു ഇഫക്റ്റ് വരുന്നുണ്ട് ചില സമയത്ത്. ആ ഒരു രോമാഞ്ച ഇഫക്റ്റ് എന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ വരുമ്പോഴുള്ള ആ ഒരു ഇതുണ്ട്. ഓവറോൾ മൂവി ഓക്കെയാണ്. പക്ഷേ ഭയങ്കര എന്താ പറയുക, ഒരു മാസ് പ്രതീക്ഷിക്കരുത്. ഇതൊരു ക്ലാസ് മൂവിയാണ്. ലാലേട്ടൻ്റെ ക്ലാസ് ആണുള്ളത്. ഖുറേഷി അബ്രഹാമിനേക്കാളും കൂടുതൽ സ്റ്റീഫൻ വരുമ്പോഴാണ് ശരിക്കും നമുക്കൊരു ആ ഒരു എൽ ഫാക്ടർ കിട്ടുന്നത് ആക്ച്വലി. കുഴപ്പമില്ല. എൻ്റെ എക്സ്പെക്ടേഷനിൽ ഒരു 80% ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ കിട്ടിയിട്ടുണ്ട്. ലൂസിഫറിനേക്കാൾ അടിപൊളിയാണ്. അതെ, ഡെഫിനറ്റ്ലി അടിപൊളിയാണ്. കുറെ നല്ല പ്രൊഡക്ഷൻ ഉണ്ട്, നല്ല ബഡ്ജറ്റ് ഒരു പൊട്ടിച്ചിട്ടുണ്ട്. എന്താ എല്ലാവരും അടിപൊളിയാണ്. അവിടെ ലൂസിഫറിന് ഇമ്പാക്ട് കിട്ടിയില്ല, എന്നാലും ഒപ്പിക്കാം. പൊളിയായിരുന്നു. നല്ല മാസമായിരുന്നു. അടിപൊളി സീൻ, എല്ലാവരും ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. എന്നാലും നൈസാണ്, ഓർമ്മയില്ല. പടം അടിപൊളി. സ്പോയിലേഴ്സ് ഒന്നും പറയൂല നമ്മള്. ക്വാളിറ്റി, ഹൈ മേക്കിംഗ്, അടിപൊളി മേക്കിംഗ്, ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എന്തായാലും തിയേറ്റർ തന്നെ വാച്ചാം. തിയേറ്റർ മിസ്സാക്കിയാൽ ഭയങ്കര നഷ്ടം. മസ്റ്റ് വാച്ച്. ലാലേട്ടൻ, പൃഥ്വിരാജ്, അത് പറയേണ്ട ആവശ്യമില്ല, അതങ്ങനെയാണ് എടുത്ത് വെച്ചിരിക്കണത്. അപ്പൊ എന്തായാലും തിയേറ്റർ കാണണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം. കാരണം നമുക്ക് സ്പോയിലർ തരാൻ പറ്റില്ല. ആ തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാവർക്കും മിസ്സാവും. പടം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് പിന്നെ ബാക്കി റിവീലേഷൻ എല്ലാം പടത്തിൽ പറയുന്നുണ്ട്. അത് തന്നെ ഇല്ല, ഈച്ച് ആൻഡ് എവറി സീൻസ് പക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ പ്രസൻസ് വിഷയമായിരുന്നു. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പക്ക ടിക്കറ്റ് മുതലായ സീൻ അത്ര അടിപൊളിയായിരുന്നു. ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്യുന്ന പോർഷൻസ് എല്ലാം ഭയങ്കര ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു വേറെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ റിവീലിംഗ് കൊടുത്തിട്ടില്ല നേരത്തെ വേറെ സിനിമകളിൽ. എല്ലാ ക്യാരക്ടേഴ്സും അത് നന്നായി തന്നെ എടുത്തിട്ടുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ എന്നൊരു പ്രതിഭാസം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. താങ്ക് യു പൃഥ്വി ഫോർ ബ്രിങ്ങിങ് അവർ ലാലേട്ടൻ ബാക്ക്. അത്രേ പറയാനുള്ളൂ. എടുത്തു പറയേണ്ട ആളുകൾ സിനിമ കണ്ടാലല്ലേ അത് എല്ലാവരും കണ്ടിട്ട് മനസ്സിലാക്കട്ടെ. നമ്മളായിട്ട് ഇപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എല്ലാവരും കാണണം, അത്രേ ഉള്ളൂ പറയാം.